ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിമ മിസ് ആണ്. അപ്പം നമ്മളിന്ന് 7th CBSEയിലെ സോഷ്യൽ സയൻസ് ഹിസ്റ്ററിയിലെ ന്യൂ ക്വസ്റ്റ്യൻസ് ആൻഡ് ഐഡിയാസ് എന്ന ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മക്കൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഭാഗമാണ് മൊണാസ്ട്രീസ്. എന്താണ് മൊണാസ്ട്രീസ് എന്നത്? അതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, മൊണാസ്ട്രീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബുദ്ധമതത്തിലും ജൈന മതത്തിലൊക്കെ ആളുകളില്ലേ, ഇവരൊക്കെ എന്താണ് വീട് വിട്ടിറങ്ങുമല്ലോ. അതായത് എന്തിനു വേണ്ടിയിട്ട്? നോളജിന് വേണ്ടിയിട്ട് അല്ലേ. ആ സമയത്ത് ഇവരിങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെ, ഇവരിങ്ങനെ എവിടെയും സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല. പക്ഷെ ഈ മഴക്കാലാവുന്ന സമയത്ത് ഇവർക്ക് താമസിക്കാൻ പറ്റിയുള്ള ഒന്നാണ് മൊണാസ്ട്രീസ് എന്ന് പറയുന്നത്. ഇവരുടെ അനുയായികൾ, ഇവരുടെ ഫോളോവേഴ്സ് ഉണ്ടാക്കുന്നതാണ് ഈ മൊണാസ്ട്രീസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് മൊണാസ്ട്രീസ് എന്താണെന്ന് നോക്കാം കേട്ടോ. ഓക്കെ, ടു ബിഗിൻ വിത്ത്, both Jaina and Buddhist monks went from place to place throughout the year teaching people. പറഞ്ഞില്ലേ, അതായത് ബുദ്ധമതത്തിലുള്ള ആളുകളും ജൈനമതത്തിലൊക്കെ ആളുകൾ എന്താണ്, അവരിങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഫ്രം പ്ലേസ് ടു അനദർ പ്ലേസിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. എന്തിനു വേണ്ടിയിട്ട്? ടീച്ചിങ് പീപ്പിളിലെ, അതായത് ആളുകളെ ടീച്ച് ചെയ്യാൻ വേണ്ടിയിട്ടില്ലേ, അവർക്ക് നോളജ്, അറിവ് പകരാൻ വേണ്ടി ഇവരിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഈ സമയത്ത് എന്താ, ദ ഓൺലി ടൈം ദേ സ്റ്റേഡ് ഇൻ വൺ പ്ലേസ് വാസ് ഡ്യൂറിങ് ദ റെയിനി സീസൺ. അവർ ആകെ ഒരു സമയത്ത് നിൽക്കുക അല്ലെ, സ്റ്റേ അടിക്കുന്നത് എപ്പോഴാണ് അറിയോ? അതായത് ഈ റെയിനി സീസൺ, മഴയുള്ള സമയത്ത് മാത്രം എന്താണ് അവർ നിൽക്കത്തുള്ളൂ, ഒരു സ്ഥലത്ത് താമസിക്കത്തുള്ളൂ. വെൻ ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് ടു ട്രാവൽ. ആ സമയത്ത് എന്താ, മഴയുള്ള സമയത്ത് അവർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല അല്ലേ, ഈ അറിവ് പകർന്നു കൊടുക്കാൻ അവർക്ക് പറ്റൂല. മഴയുള്ള സമയത്ത് ഇവർക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ അത് ബുദ്ധിമുട്ടാണ്. ആ സമയത്ത് ദെൻ ദേ സപ്പോർട്ടേഴ്സ്, ആ സമയത്ത് ഇവരുടെ സപ്പോർട്ടേഴ്സ്, ഇവരുടെ അനുയായികൾ ഉണ്ടാവില്ലേ, അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ബിൽഡ് ടെമ്പററി ഷെൽട്ടേഴ്സ് ഫോർ ദം ഇൻ ഗാർഡൻസ് അല്ലെ. ഗാർഡൻസിന്റെ അടുത്ത് എന്താണ്, ഒരു ടെമ്പററി ഷെൽട്ടേഴ്സ് ഒക്കെ ഉണ്ടാക്കും. they lived in natural caves in hilly areas. ഒരു നാച്ചുറൽ കേവ്സ് ഇല്ലേ, ഒരു ഗുഹ പോലത്തെ ഹില്ലി ഏരിയാസിലുള്ള ഗുഹ പോലത്തെ സ്ഥലങ്ങളിലാണ് അവർ താമസിക്കുക. ഓക്കെ, ആസ് ടൈം വെന്റ് ഓൺ മെനി സപ്പോർട്ടേഴ്സ് ഓഫ് ദ മങ്സ് ആൻഡ് നൺസ്, അതായത് ഈ സന്യാസികളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ എന്താണ്, അവർക്ക് സ്വന്തമായിട്ട് അവർക്ക് എന്താണ്, ദേ നീഡ് ഫോർ മോർ പെർമനന്റ് ഷെൽട്ടേഴ്സ് ആൻഡ് സോ മൊണാസ്ട്രീസ് വർ ബിൽറ്റ് അല്ലേ. അതായത് ചിലർക്ക് എന്താണ്, പെർമനന്റ് ആയിട്ട് താമസിക്കുന്നത്, ഇവരുടെ ഫോളോവേഴ്സിന് പെർമനന്റ് ആയിട്ട് താമസിക്കാൻ എന്താണ്, അവർക്ക് മൊണാസ്ട്രി അല്ലെ ഒരു ഷെൽട്ടേഴ്സ് വേണം അല്ലെ, അവർക്ക് പാർപ്പിടം വേണം. അതിനുവേണ്ടി ഉണ്ടാക്കിയതാണ് മൊണാസ്ട്രീസ് എന്ന് പറഞ്ഞാൽ. ദീസ് വർ നോൺ ആസ് വിഹാര. ഈ മൊണാസ്ട്രീസിനെ തന്നെയാണ് നമ്മൾ വിഹാരങ്ങൾ അല്ലെങ്കിൽ വിഹാരാസ് എന്ന് വിളിക്കുന്നതും മൊണാസ്ട്രീസിനെ തന്നെയാണ്. ഓക്കെ, വെരി ഓഫൻ ദ ലാൻഡ് ഓൺ വിച്ച് ദ വിഹാര വാസ് ബിൽഡ് വാസ് ഡൊണേറ്റഡ് ബൈ റിച്ച് മെർച്ചൻസ്. അതായത് വിഹാരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഫണ്ടൊക്കെ ഡൊണേറ്റ് ചെയ്യുന്നത് റിച്ച് മെർച്ചന്മാരൊക്കെ ഉണ്ടാവില്ലേ, മെർച്ചന്മാരും ലാൻഡ് ഓണേഴ്സും രാജാക്കന്മാരൊക്കെയാണ് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ടൊക്കെ കൊടുക്കുന്നത്. The local people came with a gift of food, clothing, medicines. അതായത് ഈ മങ്സിനും നൺസിനും ഒക്കെ അല്ലേ, അതായത് ഇവരുടെ ഈ സന്യാസികൾക്ക്, അതായത് ഈ സന്യാസി മഠങ്ങളിലുള്ള ആളുകൾക്ക് ഈ ലോക്കൽ പീപ്പിൾ, സാധാരണക്കാരൊക്കെ എന്താണ്, ഫുഡും വസ്ത്രങ്ങളൊക്കെ കൊണ്ടുകൊടുക്കും. അതിന് പകരമായിട്ട് ഇവരെന്താ കൊടുക്കുക? ഇൻ റിട്ടേൺ ദേ ടോട്ട് ദ പീപ്പിൾ, അവർ ആളുകളെ പഠിപ്പിക്കില്ലേ, നോളജ് പഠിപ്പിക്കും, അറിവ് പകർന്നു കൊടുക്കും. ഓക്കെ, ഓവർ ദ സെഞ്ചുറീസ് ബുദ്ധിസം സ്പ്രെഡ് ടു മെനി പാർട്സ് ഓഫ് ദ സബ് കോണ്ടിനെന്റ് ആൻഡ് ബിയോണ്ട്. അങ്ങനെ പതുക്കെ എന്താണ് നമ്മുടെ ഈ ഒരു എന്താണ് ഈ ഒരു ബുദ്ധിസവും ജൈനീസും ഒക്കെ ആളുകൾക്കിടയിലേക്ക് ക്രമേണ ഇത് പരന്നു. ഓക്കെ, ഇതാണ് എന്താ മൊണാസ്ട്രീസ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് എഴുതേണ്ടത്, നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ് എഴുതിയാൽ മാത്രം മതി. ഓക്കെ മക്കളെ, നമുക്ക് എക്സാം ഒക്കെ വരികയാണ്. അപ്പോൾ അടിച്ചു പൊളിച്ച് എക്സാം ഒക്കെ എഴുതട്ടോ. ബൈ.